Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC KFC അസിസ്റ്റന്റ് സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 13 തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MCQ പ്രാക്ടീസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ കോച്ചിങ് ഫീസ് വെറും 2500 റുപ്പീസ് മാത്രമാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ 65 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഫോർ IPO ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ് ഈസ്. അപ്പോൾ IPO ലിസ്റ്റിങ്ങിന് നമുക്ക് മിനിമം വേണ്ട പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലെ എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ദി മിനിമം പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ IPOക്ക് നമ്പർ 1 10 crores, നമ്പർ 2 3, ദെൻ നമ്പർ 3 5 crores, then none of these. ആൻസർ വരുന്നത് 10 crore ആണ് കേട്ടോ. 10 crores 10 കോടി രൂപയാണ് വേണ്ടത് IPO ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 67. ദി പ്രോസസ് ബൈ വിച്ച് എ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂസ് ന്യൂ ഷെയർസ്. ലിസ്റ്റഡ് കമ്പനി ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 ഇനീഷ്യൽ പബ്ലിക് ഓഫർ, നമ്പർ 2 ഫ്ലോട്ടേഷൻ, ദെൻ follow on public offer, then none of these. ആൻസർ ഏതാണ് വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം അത്. കാരണം എല്ലാവരും ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണെന്ന് വിചാരിക്കും. കാരണം ആദ്യമായിട്ട് ഷെയർസ് ഇഷ്യൂ നടത്തുന്നതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ എന്താ സംഭവം? ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർസ് ഇഷ്യൂ നടത്തി, അതുമാത്രമല്ല കമ്പനി ലിസ്റ്റ് കൂടി ചെയ്യുമ്പോഴാണ് അതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഷെയർസ് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി പിന്നെ വീണ്ടും പുതിയ ഷെയർസ് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ നടത്തുമ്പോഴാണ് അതിനെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി പിന്നെ ന്യൂ ഷെയർസ് ഇഷ്യൂ നടത്തുന്നു അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? ഫോളോ ഓൺ പബ്ലിക് ഓഫറാണ്. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ടേമാണ് IPOയിൽ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് എയും സി ആണ് ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത. ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. ഓപ്ഷൻ 6. ക്വസ്റ്റ്യൻ നമ്പർ 68. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് സെബി. സെബിനെ പറ്റി പറയുന്നതിൽ താഴെ പറയുന്നതിൽ എന്താണ് കറക്റ്റ് അല്ലാത്തത് ഏതൊക്കെയാണ്? നമ്പർ 1 ഇറ്റ് ഈസ് എ ക്വാസി ജുഡീഷ്യൽ, ക്വാസി എക്സിക്യൂട്ടീവ്, ക്വാസി ലെജിസ്ലേറ്റീവ് ബോഡി. ആദ്യത്തെ നമുക്ക് ശരിയാണോ നോക്കാം. എന്താണ്? കറക്റ്റാണ്. സെബി എന്ന് പറയുമ്പോൾ ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നു, ലെജിസ്ലേറ്റീവ് അല്ലേ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. ക്വാസി ജുഡീഷ്യൽ, ക്വാസി എക്സിക്യൂട്ടീവ്, ക്വാസി ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. കറക്റ്റാണ് ആദ്യത്തെ. ഇവിടെ നോട്ട് കറക്റ്റാണ് നമുക്ക് വേണ്ടത്. Number 2, it protects the interest of investors, intermediaries and issuers of securities. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇറ്റ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ബട്ട് ഇൻ്റർമീഡിയറീസ് ആൻഡ് ഇഷ്യൂവേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആക്ച്വലി പ്രൊട്ടക്ട് ചെയ്യണില്ല. ഇവരെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറീസിനെയും ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസിനെയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ 2 മുഴുവൻ ശരിയല്ല. അത് ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റാ. മനസ്സിലാവണ്ടോ? ആക്ച്വലി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് മാത്രമാണ്. ഇവരെ റെഗുലേറ്റ് ചെയ്യൽ മാത്രമാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഇൻ്റർമീഡിയറീസിനെ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻകറക്റ്റ് അത്. ദെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്യൂരിറ്റീസ് ആക്ട് 1956 ആണ്. അത് തെറ്റാണ് അല്ലേ? സെബി ആക്ട് 1992 ആണ് വരുന്നത് അല്ലേ?
അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ്. നാലാമത് ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഏപ്രിൽ 1986. അതും തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 1988 ആണ്. സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടിയിട്ടുള്ളത് 1992 സെബിക്ക്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2, 3, 4 ഇത് മൂന്നും തെറ്റാ. 2 എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മൂന്നും തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തിലെ 1ഉം 2 എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കറക്റ്റ് ആണ്. നമുക്ക് നോട്ട് കറക്റ്റ് അല്ലേ, 1 കറക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ അല്ല, ആദ്യമല്ല. പിന്നെ 1, 2, 3, 4 പറഞ്ഞിട്ടുണ്ട്. 1 കറക്റ്റ് ആണല്ലോ, 1 മാത്രമേ ശരി കറക്റ്റ് ഉള്ളൂ. അപ്പോൾ ബി അല്ല. പിന്നെ 2ഉം 3ഉം പറഞ്ഞിട്ടുണ്ട്. 2ഉം 3ഉം 4ഉം ആക്ച്വലി കറക്റ്റ് അല്ല. അപ്പോൾ ഇതല്ല. ബട്ട് ഈ 2ൽ പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓപ്ഷൻ ഡി പറയുന്നുണ്ട് 3ഉം 4ഉം എന്തായാലും തെറ്റാണ്. 3ഉം 4ഉം ശരിക്കും പറഞ്ഞാൽ 2, 3, 4 അതാണ് ആൻസർ വേണ്ടത്. ബട്ട് ഇവിടെ ഏറ്റവും എന്താണ് ഒരു കറക്റ്റായിട്ടുള്ള 100% കറക്റ്റ് അല്ലെങ്കിലും ഏകദേശം ഒരു ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഡി ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശരിയല്ല. 2, 3, 4 മൂന്നും തെറ്റാണ്. ഇവിടെ പക്ഷേ 3, 4 മാത്രമാണുള്ളത്. 2 ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് സെബിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് നിയറസ്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനൊരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആൻസറിൽ വരുമ്പോൾ കുട്ടികൾ എന്ത് കൊടുക്കും? കംപ്ലൈൻറ്റ് പോവും. കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ ആ ചോദ്യം അങ്ങോട്ട് ക്യാൻസലായിട്ട് പോകും. അതാണ് പലപ്പോഴും PSC എക്സാമിൽ നടക്കുന്ന ഒരു കാര്യം. പലപ്പോഴും 100 ചോദ്യങ്ങളുണ്ടെങ്കിലും ലാസ്റ്റ് ലിസ്റ്റൊക്കെ ഇട്ട് വരുമ്പോൾ അതിൽ ചിലപ്പോൾ 8-10 ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവും, ഓരോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ. Then question number 69. Name the world's largest derivative exchange based on number of contracts traded as per Future Industry Association Report 2021. London Stock Exchange, Tokyo, Shanghai, National Stock Exchange, India. ലാർജസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിസ്സംശയം പറയാം NSE ആണ് കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ദി ഫസ്റ്റ് എക്സ്ചേഞ്ച് ഫോർ സ്മോൾ കമ്പനീസ് ഇൻ ഇന്ത്യ. സ്മോൾ കമ്പനീസിന് വേണ്ടിയുള്ളത് ഏതാണെന്നുള്ളതാണ്. NSE, BSE, OTCA. നൺ ഓഫ് ദിസ് ഏതാ? നിസ്സംശയം പറഞ്ഞൂടെ? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, OTCEI ആണ്. വലിയ കമ്പനീസൊക്കെ ഇതിലാണല്ലോ ചെയ്യുക. സ്മോൾ കമ്പനീസിന് ആണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ നമ്മൾ 70 ചോദ്യങ്ങൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് ഇനി 71ാമത്തെ മുതൽ ടാക്സ് ആണ് വരുന്നത്. ടാക്സ് ഒക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഈ പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.